വന്നത് കൂട്ടത്തിൽ ഒരു ജാനുവടുത്തി പറഞ്ഞു, മോനെ ഞാനും ഒന്ന് പറഞ്ഞോട്ടെ നീ. ഓ പറഞ്ഞോ. എനിക്ക് ആടെ പോയി പറയാനൊന്നും ആവില്ല. മൈക്കോറ കൈമ കൊടുത്തു. ഓറ് നിന്നിട്ട് പറഞ്ഞ ഓറ ഭാഷയിലെ ഞാൻ പറയുന്നത്. ജാനുവടുത്തി പറയാ, ഞാനില്ലേ യേശുദാസിന്റെ പാട്ടുള്ള കൊണ്ടാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. ആന്തേം ജാനുവടുത്തി അത് ഈ ഗോപാലേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ആദിക്ക് ഇവരെ അമ്മയും ഞാനും ഭയങ്കര കുഴപ്പമില്ല. എന്റെ വീട്ടിൽ എപ്പോ ചക്കക്കുരും വെള്ളിക്ക് ഓലിനായിരിക്കും, സാമ്പാർ വെക്കലില്ല. അതുകൊണ്ട് എനിക്ക് സാമ്പാർ വെക്കുന്നതിന് വലിയ പിടുത്തമില്ല. ഇവർ അമ്മായി അമ്മ എന്നോട് സാമ്പാർ വെക്കാൻ പറഞ്ഞ് ഞാൻ പരിപ്പും വെണ്ടയ്ക്ക് ഒന്നിച്ച് അടുപ്പത്തിട്ട് പരിപ്പ് പോകുമ്പോഴേക്ക് വെണ്ടക്ക കാണുന്നില്ല, അഴിഞ്ഞുപോയി. അന്ന് മുതൽ എന്നെ ചീത്ത പറയാൻ തുടങ്ങി. എന്റെ പേര് എന്നെ സാമ്പാർ എന്നായി. നാട്ടുകാരോട് മുഴുവൻ ഇതേ പറയും സാമ്പാർ. അവസാനം കൈകെട്ടിട്ട് ഞാൻ ഒരു ദിവസം അങ്ങോട്ട് പറഞ്ഞു, എന്റെ അമ്മയെ പോരേ പുകില്. പിന്നെ കുഴപ്പത്തോട് കുഴപ്പം. അവസാനം നിവൃത്തി കെട്ടിട്ട് ഞാൻ അച്ഛന് കത്തയച്ചു. അന്ന് പോണില്ലല്ലോ, എനിക്ക് ഇവിടെ നിൽക്കാനാവില്ല, എന്നെ വന്ന് കൂട്ടണം. അച്ഛൻ മറുപടി കത്തയച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അടിച്ചിന്റെ മുട്ടിയാ മുറിച്ചടിയു. ഇതിന്റെ ഇളയത് 3 എണ്ണം ഉണ്ട് ഇടാ. നീ തിരിച്ചു വന്നാൽ അതെല്ലാം മൂലക്കായി പോകും. അന്ന് പെൺകുട്ടികൾ മൂലക്കായി പോകുന്ന ഭയങ്കര പേടിയാ. ഇപ്പൊ നേരെ തിരിച്ചിട്ട് ആൺകുട്ടികളാ പാവങ്ങൾ മൂലക്കായി പോകുന്നപ്പാ. പെൺകുട്ടിയൊക്കെ എന്തൊരു ഡിമാൻഡാ അല്ലേ. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. വീടിന്റെ മുകളത്തെ നിലയിലാണ് നമ്മൾ കിടക്കുക. തായെന്ന് എല്ലാവരും തിന്നുമ്പോൾ ഞാൻ കഴുക്കോലും ഒരു സാരി കുടിക്ക് തൂങ്ങാൻ നിന്നു. തൂങ്ങുമ്പോ പിടക്കുമല്ലോ. പിടക്കുന്ന ഒച്ച കേട്ടിട്ട് താഴെ ആള് വാങ്ങി വന്ന് കൊത്തിയേറ്റിച്ചാ പിന്നെ തൂങ്ങിയിട്ട് രക്ഷപ്പെട്ടാ പിന്നെ എന്റെ പേര് അരിത്തൂങ്ങി ഞാനൊന്നാവൂ. അതുകൊണ്ട് ഒച്ച താഴെ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ 10 മണി രാത്രിയാ ഒച്ചത്തിൽ രഞ്ജിനി എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ടായിരുന്നു കോഴിക്കോട് ആകാശവാണി. ഒച്ചത്ത് പാട്ട് വെച്ചു. അപ്പൊ ഒരു പാട്ട് യേശുദാസ് പാടിയ പാട്ട്, ശ്രീകുമാരൻ നമ്പിയ എഴുതിയൊരു പാട്ട്. ഞാൻ പറഞ്ഞ പാട്ട് പാട്. ആ പാട്ട് ഇതായിരുന്നു: സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം, ഇതു ജീവിതം. ക്ലോക്കിന്റെ പെൻഡുലം ഒരു ബിന്ദുവിൽ നിന്ന് അങ്ങോട്ടും മറ്റേ ബിന്ദുവിൽ നിന്ന് ഇങ്ങോട്ടും പോകും. ഒന്ന് സുഖവും ഒന്ന് ദുഃഖവുമാണ്. ഒരിക്കലും സുഖത്തിൽ മാത്രം നിൽക്കൂല, അങ്ങോട്ട് പോകും. ഒരിക്കലും ദുഃഖത്തിൽ മാത്രം നിൽക്കൂല, സുഖത്തിലും പോകും. ഇതാണ് ജീവിതം. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പൊ ദുഃഖമായി, അപ്പൊ അങ്ങോട്ട് ആടി സുഖത്ത് പോവായിരിക്കും അല്ലേ. എന്നാ അതും കൂടി നോക്കിയിട്ട് തൂങ്ങാന്ന് ചോദിച്ചു. ആനപ്പാട് സാരിയെല്ലാം കെട്ടയച്ച് തൂങ്ങിയില്ല. ഇപ്പൊ എനിക്ക് പരമസുഖ. ഇപ്പൊ മക്കളും ഒരുപാടുണ്ട് എനിക്ക്. അന്ന് ഞാൻ ആ പാട്ട് കേട്ടില്ലേ, ഇപ്പൊ ഞാൻ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിരാശകളല്ല. പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി, ഒരു പാട്ടുമതി, ഒരു വാക്കുമതി, മതി. അതുകൊണ്ട് നിങ്ങൾ നിരാശരായി ജീവിക്കരുത്. ആസ്വദിക്കുക, രസകരമാക്കുക. ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം. കാരണം ഇന്നോ നാളെയോ വിളക്കു കേടും, പിന്നെയോ ശൂന്യമാം അന്ധകാരം. സ്വർഗവുമില്ല നരകവുമില്ല. കാവ്യപുസ്തകമല്ലോ ജീവിതം. അതുകൊണ്ട് ഒരുപാട് കവിത വായിക്കുക. ഇരിട്ടി നഗരസഭയുടെ സെക്രട്ടറി ഇപ്പൊ അടുത്ത കാലത്തെല്ലാം ഉള്ളതിൽ ഏറ്റവും മനോഹരമായ കവിത എഴുതുന്ന ആളാണ്. നിങ്ങൾക്കറിയാവോ? നല്ല കവിത എഴുതും. ഞാൻ എല്ലാ കവിതയും വായിക്കുന്ന നല്ല കവിത എഴുതുന്ന ആളാ. അപ്പോ നിങ്ങളുടെ ജീവിതം കാവ്യാത്മകമാക്കുക, രസകരമാക്കുക, എനർജറ്റിക്കായി മുന്നോട്ട് പോവുക. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഈ വയോജന സംഗമം നിമിത്തമാവട്ടെ. ഈ ഇരിട്ടി നഗരസഭയിൽ ഈ സ്നേഹസംഗമം, ഈ കലോത്സവം നടക്കുമ്പോ ഇരുട്ടിപ്പോയാ വിളക്കോടുകൂടി പോകണം. ഇരുട്ടിപ്പോയാ വിളക്കോടുകൂടി പോകണം. ഇരുട്ടിപ്പോയാന്ന് പറഞ്ഞാൽ രാത്രിയായി പോയാൽ വിളക്കോടുകൂടി പോകണം. ചിന്തയുടെ വിളക്കോടുകൂടി, അറിവിന്റെ വിളക്കോടുകൂടി, സ്നേഹത്തിന്റെ വിളക്കോടുകൂടി പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ സ്നേഹസംഗമത്തിന്, ഈ കലോത്സവത്തിന്, ഈ ഇരിട്ടി മേളയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിനും എന്നെ കേട്ടതിനും നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമസ്കാരം.